നേരത്തെ ഈ വേദിയിൽ നമ്മോട് സംസാരിച്ച മനാഫ് അദ്ദേഹം പറഞ്ഞു, മദ്രസയിൽ നിന്ന് മാനവികതയാണ് പഠിപ്പിക്കുന്നത് എന്ന്, മനുഷ്യ സ്നേഹമാണ് ലോകത്ത് വിളംബരം ചെയ്യുന്നത് എന്നതിനുള്ള യഥാർത്ഥ തെളിവാണ് ഈ മനാഫ്. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മനാഫുകളെയാണ്, മനുഷ്യ സ്നേഹികളെയാണ് മദ്രസ പ്രസ്ഥാനം വാർത്തെടുക്കുന്നത് എന്നൊരു വസ്തുത അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവിടുത്തെ നൂറിനെയാണെന്ന് അവിടുന്ന് തന്നെ പരിചയപ്പെടുത്തിയ ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെയെല്ലാം സ്നേഹിച്ചു. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും സ്നേഹിച്ചു. പരിശുദ്ധ ഖുർആൻ തന്നെ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അവിടുന്ന് സ്നേഹമാണ് നബിയെ. എന്നാൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് തങ്ങളെ തിരിച്ചു സ്നേഹിച്ച പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും നമുക്ക് വായിക്കാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ ഒരു ഫസ്ലിൽ തങ്ങളെ സ്നേഹിച്ച വസ്തുക്കളെ കുറിച്ച്, തങ്ങൾക്ക് തിരിച്ചു സ്നേഹം കൊടുത്ത സൃഷ്ടിചരാചരങ്ങളെ കുറിച്ച് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചപ്പോൾ വലിയ മരം, ആ മരത്തിന്റെ വേരുകൾ അറുത്തുമാറ്റിയിട്ട് തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരുന്നു. അബൂ സുഫിയാൻ എന്നവർ ഉദ്ധരിക്കുന്ന സംഭവമാണത്. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളെ സമീപത്ത് ഒരു വേള വന്നപ്പോൾ വഹുവ ഹസീനുൻ, തങ്ങൾ ദുഃഖിതനാണ്. ഖദ് ഖളബ അലൈഹിസ്സലാം ബിദ്ദിമായി, അവിടുത്തെ മുഖം അതാ രക്തം പൊട്ടിയൊലിക്കാൻ അടുത്തിട്ടുണ്ട്. ഹൈഥു റബഹു ബഅദു അഹ്ലിൽ മക്ക, സ്വന്തം നാട്ടുകാര് മക്കക്കാര് അവിടുത്തെ മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. ആ അടി കൊണ്ടിട്ട് അവിടുത്തെ ശറഫായ മുഖം ചുവന്നിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ദുഃഖിതനായി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ചോദിക്കുന്നു, നബിയെ അതുഹിബ്ബു അൻ നുരീക ആയാ, തങ്ങൾക്ക് ഈ വേദനയുള്ള വിഷമമുള്ള ഈ ഘട്ടത്തിൽ ഞാൻ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുന്നത് അവിടുത്തേക്ക് ഇഷ്ടമുണ്ടോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു, നഅം, അതെ ജിബ്രീൽ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഉദു തിൽക ശജറത്തില്ലതി വറാഅൽ വാദി, ആ മലയുടെ ചാരത്തുള്ള ആ കാണുന്ന വലിയ മരത്തെ ഒന്ന് അവിടുന്ന് വിളിച്ചോളൂ നബിയേ. എന്നാൽ വലിയൊരു ദൃഷ്ടാന്തം കാണാം.
ഫദആഹാ മരത്തെ തങ്ങളതാ മോചിതത്തിന്റെ കരങ്ങളെ കൊണ്ട് മാടി വിളിക്കുകയാണ്. ഫജാഅത്ത് തംശി ഹത്താ ഖാമത്ത് ബൈന യദൈഹി ലോകത്തിന്റെ നേതാവിന്റെ തിരുസവിധത്തിൽ വരുന്നു ആ മരം തങ്ങളെ മുന്നിൽ വന്നങ്ങ് നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അല്പസമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മുർഹാ ഫൽതർജി ഇലാ മകാനിഹാ ആ മരത്തോട് അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയൂ നബിയേ. തങ്ങൾ അതനുസരിച്ചു. ആ മരത്തിനോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ഫറജഅതി ഇലാ മകാനിഹാ മരം അതിന്റെ സ്ഥാനത്ത് തന്നെ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അഅറാബി എന്നൊരു അഅറാബി വരുന്നു. വസഅല മിൻഹു അലൈഹിസ്സലാമായ തങ്ങൾ അല്ലാഹുവിന്റെ സത്യത്തിന്റെ പ്രവാചകരാണെന്നതിന് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരൂ നബിയേ. മുസ്തഫായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഅറാബിയോട് പറഞ്ഞു, ഖുല്ലി തിൽക ശജറ നീ ചെന്നിട്ട് ആ കാണുന്ന മരത്തോട് പറയണം, ഇന്ന റസൂലല്ലാഹി യദഊക അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട്. അഅറാബി പോകുന്നു. തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ മരത്തിന്റെ സമീപത്ത് എന്നിട്ട് പറയുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നുണ്ട്. മരം ആ മരമദാ ഫമാലത്തി ശജറത്തു അൻ യമീനിഹാ വശിമാലിഹാ വലത്തോട്ടും ഇടത്തോട്ടും അതാ ചായുന്നു, മറയുന്നു. വബൈന യദൈഹാ വഖൽഫഹാ മുന്നിലേക്കും പിന്നിലേക്കും പോകുന്നു. ഫതഖ്തഅതു ഉറൂഖഹാ അതിന്റെ വേരുകൾ മുറിക്കുന്നു. ثم جاءت حتى وقفت بين يدي رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മരത്തിനറിയാം ലോകത്തിന്റെ നേതാവിനെ സ്നേഹം കൊടുത്തു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. തങ്ങൾ പറഞ്ഞു ആ അഅറാബിയോട്, മുർഹാ ഫൽതർജി ഇലാ മംബത്തിഹാ നീ തന്നെ പറഞ്ഞോ ഈ മരത്തിനോട് തിരിച്ചു പോകാൻ. ഫഅമറഹാ ഫറജഅത് ആ മരം തിരിച്ചു പോകുന്നു, നേരത്തെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നു. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലങ്ങളിലാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, ജാഅത് ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. ഈ അന്തരീക്ഷത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ മരങ്ങളും ഹബീബായ തങ്ങളെ ബഹുമാനം തിരിച്ചറിഞ്ഞു. തങ്ങൾക്ക് വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെടാൻ തയ്യാറാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും ഹബീബായ തങ്ങളെ സ്നേഹിക്കണം, തൗഫീഖ് നൽകണം റഹ്മാനേ. തൊട്ടടുത്ത വരിയിൽ ബുസൂരി ഇമാം പറയുന്നുണ്ട്, മിസ്ലുൽ ഗമാമതി നസാറാ സൈറതൻ തഖീഹി ഹറാവാതി സില്ലിൽ ഹാജിരി ഹമീ. ഹബീബായ തങ്ങൾ എവിടേക്ക് സഞ്ചരിച്ചാലും തങ്ങൾക്ക് നേലൊരുക്കാൻ കാർമേഘം തങ്ങൾക്ക് മീതെ സഞ്ചരിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂര്യന്റെ ചൂട് കൊള്ളാതിരിക്കാൻ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപത്തിൽ ലോകത്തിന്റെ നേതാവിന് പ്രയാസം വരാതിരിക്കാൻ മേഘം തണലിട്ട് കൊടുത്തു.
സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് ഖദീജ ഉമ്മയുടെ കച്ചവട സംഘത്തിൽ കച്ചവടത്തിന് വേണ്ടി പോയ ചരിത്രം സുപരിചിതമല്ലേ? ഒറ്റവാക്കിൽ പറയുന്നു, അതാ കച്ചവടത്തിന് ചെന്നപ്പോൾ മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നത് ബഹീറ എന്ന പുരോഹിതൻ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, കച്ചവട സംഘത്തിന് ബഹീറ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിലേക്ക് എല്ലാവരും പോകുമ്പോ ചെറുപ്പക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ ചരക്കുകളുടെ സൂക്ഷിപ്പുകാരനാക്കി നിയമിക്കുകയാണ്. ബഹീറ ചോദിക്കുകയാണ്, നിങ്ങളുടെ സംഘത്തിൽ ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? അവര് പറഞ്ഞു, ഒരു യുവാവുണ്ട്, അദ്ദേഹത്തെ നമ്മളുടെ കച്ചവട ചരക്കുകൾക്ക് സൂക്ഷിപ്പുകാരനാക്കി നിർത്തിയതാണ്. എന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരൂ. ബഹീറയുടെ മുന്നിലേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ബഹീറ കാണുന്നു, തന്റെ മുമ്പിലേക്ക് വരുന്ന സുമുഖനായ സുന്ദരനായ ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മീതെ മേഘം തണല് ഒരുക്കുന്നു, തണലിട്ട് കൊടുക്കുന്നു. ബഹീറ ചോദിക്കുന്നു, യാ ശാബു മിൻ അയ്യി ബൽദത്തിൻ അൻത, നിങ്ങളേത് നാട്ടുകാരനാണ് യുവാവേ? മറുപടി കൊടുത്തുപോയി, മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്ന് വന്ന ആളാണ്. ബഹീറ രണ്ടാമത്തെ ചോദ്യം ഉന്നയിച്ചു, മിൻ അയ്യി ഖബീല, ഏത് കുടുംബമാണ്? മിൻ ഖുറൈശ്, ഖുറൈശ് കുടുംബമാണ്. മൂന്നാമത്തെ ചോദ്യം, മാ ഇസ്മുക, എന്താണ് നിങ്ങളുടെ പേര്? ഇസ്മി മുഹമ്മദ്, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തീർച്ച വന്നപ്പോ ഫവഖഅർ-റാഹിബു അലൈഹി, ലോകത്തിന്റെ നേതാവിനെ ബഹീറ കൂട്ടിപ്പിടിക്കുന്നു, ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് വഖബ്ബലഹു ബൈന ഐനൈഹി, ഹബീബായ തങ്ങളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ അവിടുത്തെ ശറഫായ നെറ്റിത്തടത്തിൽ അവിടുത്തെ മുഖത്ത് ചുടുചുംബനം നൽകുന്നു. വഖാൽ, ബഹീറ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് സാധാരണക്കാരനല്ല, അന്ത്യ പ്രവാചകനായി വരുന്നവരാണ്. ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. മാത്രവുമല്ല, മഹാന്മാര് പറയുന്നു, തങ്ങളെ ആ കച്ചവടത്തിന്റെ ചരക്കുകളുടെ സൂക്ഷിപ്പുകാരനാക്കി അവര് നിർത്തിയ ആ മരത്തിന്റെ ചുവടെ നിർത്തിയതാണല്ലോ. തങ്ങൾ നിന്ന ആ മരം ഫഖ്ളറത് തിൽക ശജറ മഅന്നഹാ യാബിശാ, ലോകത്തിന്റെ നേതാവ് ആ മരത്തിന്റെ ചുവടെ എത്തുന്നത് വരെ അത് ഉണങ്ങിയ മരമായിരുന്നു. ഹബീബായ തങ്ങൾ ആ മരത്തിന്റെ താഴെ നിന്നതോടുകൂടി ആ ഉണങ്ങിയ മരം പച്ചപ്പ് പിടിച്ചുപോയി. ആ മരം തേക്കാൻ തുടങ്ങി. ആ മരത്തിൽ അതാ ഇലകൾ വരുന്നു. തങ്ങളെ മരം തിരിച്ചറിഞ്ഞു. മരം ഹബീബായ തങ്ങളെ സ്നേഹിച്ചു. നേരത്തെ പറഞ്ഞു, ഈ സംഭവത്തിലും മരം തങ്ങളെ സ്നേഹിച്ചത് നമുക്ക് വായിക്കാനുണ്ട്. മേഘം ഹബീബായ തങ്ങൾക്ക് സ്നേഹം കൊടുത്തു. തങ്ങളുടെ ശരീരത്തിൽ സൂര്യന്റെ ചൂട് ഏൽക്കാൻ പാടില്ല. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകാൻ പറ്റില്ല എന്നതാണ് മേഘം തീരുമാനിച്ചത്. തങ്ങൾക്ക് തണലൊരുക്കുന്നു. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖീൻ ലഹു
قلبي نسبة مبرورة القسم. മൂന്നാമതായി ഇമാം ബുസൂരി തങ്ങൾ ഈ സംഭവം ഈ വരിയിൽ പറയുന്നു. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനോട് ഹബീബായ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് 2 കഷ്ണമാക്കി പിളർത്തിയ ചന്ദ്രന് വലിയ സാദൃശ്യമുണ്ട്. മാനത്ത് നാം കാണുന്ന അമ്പിളി അമ്മാവന് മുത്തുനബിയുടെ ഹൃദയവുമായിട്ട് വലിയ യോജിപ്പുണ്ട്. അതെങ്ങനെയാണ്? ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, ചെറിയ മക്കളെ കൂടെ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫഅഖദഹു ഫസറഹു, പിടിച്ചിട്ട് ബോധം കെടുത്തി. വശഖ സദറഹു അൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് ഒരു കഷ്ണം പുറത്തെടുക്കുന്നു. അവിടുത്തെ നെഞ്ചകം പിളർക്കുന്നു. എന്നിട്ട് അതാ ഹൃദയത്തിൽ നിന്ന് ഒരു കഷണം പുറത്തേക്കെടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക, പിശാചിന്റെ ദുർബോധനത്തിന് സാധ്യതയുള്ള ഭാഗമാണ് ഈ ഭാഗം, അത് എടുത്തു കളഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. തങ്ങളെ അണച്ചുകൂട്ടി തങ്ങൾക്ക് ബോധം തിരിച്ചു കൊടുത്ത് തങ്ങളെ ആരോഗ്യവാനാക്കി ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് പിളർത്തിയ സംഭവങ്ങൾ 4 പ്രാവശ്യം ഉണ്ടായതായി ഇമാമുമാര് കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നല്ലോ അബൂജഹല്. ഇത് പറഞ്ഞ് നിർത്തു, അപ്പോഴേക്ക് തങ്ങൾ വരും. എല്ലാവർക്കും നല്ല തബർക്കിന്റെ ഭക്ഷണം ഉണ്ട് ഇവിടെ, അത് കഴിച്ചിട്ടേ എല്ലാവരും പോകാം. ഇത് റബീഉൽ ആഖിർ 11-ാം രാവാണ്. ഗൗസുൽ ആലം സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കൂടി നിങ്ങൾ കേൾക്കാത്തൊരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ഇമാമുമാര് കിതാബുകളിൽ എഴുതിയത് മാത്രമേ ഇന്ന് ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും കേട്ട് ബറക്കത്തെടുത്ത് 100 സാദാത്ത് തങ്ങളെത്തും. 9 മണിക്ക് തങ്ങളെത്തും. തങ്ങളുടെ ദുആഇന് ആമീൻ പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ കരുതി ഗസ്റ്റൊക്കെ പോയപ്പോ എല്ലാവരും പിരിഞ്ഞോന്ന്. അൽഹംദുലില്ലാഹ്, ഇല്ല, എല്ലാവരും പോയില്ല. എല്ലാവരും ഇവിടെ നിറഞ്ഞു. കുറഞ്ഞ ആളുകൾ പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സീറ്റും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് സന്തോഷായി. ഡീലക്സ് അബ്ദുറഹ്മാൻ ഒന്നും ഇങ്ങോട്ട് വരണം, നമ്മളെ സന്തോഷത്തിന്. അവിടെ ഇരിക്കാം. അല്ല, ബിസ്മില്ലാ, ജസ്റ്റ് മജീദ് കാങ്ങളും വരും. അല്ല, രണ്ടാളും വരും. സലാംക്ക് അല്ലാഹ്. അതെ, 3 ആളുകളും നേതാക്കന്മാരാ. ഞാൻ ഈ ലൈറ്റ് കൊണ്ട് സദസ്സിലേക്ക് അങ്ങനെ അങ്ങോട്ട് കൃത്യത കിട്ടൂല. നൗഷാദ് ഹാജി വരണം, ഫിറോസ്ക, സൗകര്യം പോലെ എല്ലാവരും കയറിയിരിക്കും. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രു ഫറോവയാണെങ്കിൽ എന്റെ ശത്രു അബൂജഹലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പണിയും പയറ്റി, പഠിച്ച പണി 18ഉം പയറ്റി എന്ന് പറഞ്ഞതുപോലെ തന്റെ എല്ലാ ആസൂത്രണങ്ങളും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാജയപ്പെടുത്താൻ പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം പരാജയപ്പെടുമ്പോൾ അബൂജഹൽ അതാ കത്ത് എഴുതുന്നു ഷാമിലെ ഗവർണർക്ക്. ആരാണത്? ഹബീബ് ബിൻ മാലിക് എന്ന ആളാണ്. എന്താ കത്തിൽ പറഞ്ഞത്? കത്ത് വായിക്കാൻ സമയമില്ല. ഞങ്ങളെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്.
ചെറുപ്പത്തിലെ അദ്ദേഹം എല്ലാവരാലും സുസമ്മതനായിരുന്നു, സത്യസന്ധനായിരുന്നു, എല്ലാവർക്കും വലിയ വിശ്വാസമുള്ള ആളായിരുന്നു. 40 വയസ്സിലേക്ക് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അതാ നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല, ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് അതാ പ്ലാൻ ചെയ്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ എല്ലാ ശ്രമവും ഞങ്ങൾക്ക് പരാജയപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സേനയും വരണം മക്കത്തേക്ക്. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം. ഹബീബ് ബിൻ മാലിക് എന്ന ഭരണാധികാരി വരുന്നു. വന്നപ്പോൾ വലിയ പാരിതോഷികങ്ങൾ കൊടുത്ത് അബൂജഹൽ സ്വീകരിക്കുന്നു, നല്ല വരവേൽപ്പ് നൽകുന്നു, സ്വീകരണം ഏർപ്പെടുത്തുന്നു. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആദ്യമായി പ്രാഥമിക വിവരം എന്ന അർത്ഥത്തിൽ അബൂജഹൽ അതാ ഹബീബ് ബിൻ മാലിക്കിന് പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ഹബീബ് ബിൻ മാലിക് പറയുന്നു, ആ ചെറുപ്പക്കാരനെ എന്റെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അബൂജഹലും സംഘവും ഏൽപ്പിക്കുന്നു, മുഹമ്മദിനെ നിങ്ങൾ കൊണ്ടുവരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നു, തങ്ങൾക്ക് നല്ലൊരു കുപ്പായം വാങ്ങുന്നു, തങ്ങൾക്ക് നല്ലൊരു തലപ്പാവും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ വരണം. ഹബീബ് ബിൻ മാലിക് എന്ന ഷാമിലെ ഭരണാധികാരി വന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. فجاء إلى حبيب بن مالك وأبو بكر عن يمينه وخديجة من خلفه. സിദ്ദീഖ് തങ്ങൾ വലതുഭാഗത്തും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലുമായിട്ട് നടന്നു ചെന്നു. فلما رأى النبي صلى الله عليه وسلم قام إكراما له. തങ്ങളെ കണ്ടപാടെ ഹബീബ് ബിൻ മാലിക് അതാ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു. ലോകത്തിന്റെ നേതാവ് ഷാമിൽ നിന്ന് വന്ന ഈ ഭരണാധികാരിയുടെ സദസ്സിലങ്ങ് ഇരുന്നപ്പോ വന്നൂറു യതലഅലഉ ഫീ വജ്ഹിഹി, ലോകത്തിന്റെ നേതാവിന്റെ 14-ാം രാവിലെ പൗർണമിയേക്കാൾ പ്രശോഭിതമായ മുഖം കാണുന്നു. അവിടുത്തെ മുഖത്തിൽ നിന്ന് നൂറിങ്ങനെ ചൊരിയുന്നു. സകതത്തിൽ അൽസുനു, ആ സദസ്സിലുള്ള ഒരാൾക്കും ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. നൂറുൻ അലാ നൂർ, നൂറുൻ ഫൗഖ നൂർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വവഖഅത്തിൽ ഹൈബത്തു അലന്നാസി, ആ സദസ്സിലുള്ള എല്ലാ ശ്രോതാക്കളും പേടിച്ചു ഭയന്നുപോയി. ആ സമയത്ത് ഹബീബ് ബിൻ മാലിക് എന്ന ഷാമിൽ നിന്ന് വന്ന ഭരണാധികാരി ചോദിക്കുന്നു, യാ മുഹമ്മദ് അൻത തഅലമു അന്ന ലിൽ അംബിയാഇ കുല്ലിഹിം മുഅ്ജിസാത്തുൻ അലക മുഅ്ജിസാ. നിങ്ങൾക്കറിയാമല്ലോ ലോകത്തെ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മുഅ്ജിസത്ത് പറയാനുണ്ടോ? ഒരു അമാനുഷിക സിദ്ധി കാണിക്കാനുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തുള്ള സർവ്വ അംബിയ മുർസലീങ്ങളുടെയും ലീഡറല്ലേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിക്കുന്നു, മാദാ തുരീദു, എന്ത് അമാനുഷികതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് മുഅ്ജിസത്താണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത്? ഹബീബ് ബിൻ മാലിക് പറഞ്ഞു, ഉരീദു അൻ തഗീബ ശംസു വതഖറുജൽ ഖമർ. ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അസ്തമിക്കണം,
പകരം ചന്ദ്രൻ പുറത്തേക്ക് വരണം, ചന്ദ്രൻ ഉദിക്കണം. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. ഹബീബ് ബിൻ മാലിക് പറയുന്നു, വതൻസിലുഹു ഇലൽ അർളി, ആകാശത്തുള്ള ആകാശത്ത് സൂര്യൻ മറഞ്ഞിട്ട് ചന്ദ്രൻ വരണം. ആ വന്ന ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് രണ്ട് കഷണമാക്കി തരണം ആ ചന്ദ്രനെ. പരിപൂർണ ചന്ദ്രനായി വീണ്ടും ആ ചന്ദ്രൻ ആകാശത്തേക്ക് തിരിച്ചു പോകണം. നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് ഹബീബ് ബിൻ മാലിക്കിന്റെ ബുദ്ധി പറഞ്ഞ, മനസ്സ് പറഞ്ഞ ആ ഒരു മോചിസത്താണ് കാണിക്കാൻ ആവശ്യപ്പെടുന്നത്. തങ്ങൾ ചോദിക്കുന്നു, ഇൻ ഫഅൽതുഹു അതുമിനു ബി, ഇപ്പം പറഞ്ഞ ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ഈ മോചിസത്ത് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ? ഖാല നഅം, ഹബീബ് ബിൻ മാലിക് പറഞ്ഞു, തീർച്ചയായും. പക്ഷേ ഇപ്പറഞ്ഞ ഈ ആവശ്യപ്പെട്ട മോചിസത്ത് പ്രകടമാക്കണം. ലോകത്തിന്റെ നേതാവ് അതാ കയറിപ്പോകുന്നു ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക്. വസല്ലാ റകഅതൈനി, അവിടെ നിന്ന് 2 റകഅത്ത് നിസ്കരിക്കുന്നു. ഫദഅ റബ്ബഹു, ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ഇരക്കുന്നു. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക് വരുന്നു. പറയുന്നു, ഇന്നല്ലാഹ തആല, പേടിക്കേണ്ട നബിയേ, ഇന്നല്ലാഹ സഖറ ലക ശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ. അല്ലാഹു അവിടുത്തെ ഹബീബായ അങ്ങേക്ക് സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും വഴിപ്പെടുത്തി തന്നിരിക്കുന്നു. തങ്ങൾക്ക് വഴിപ്പെടുത്തിയിരിക്കുന്നു. വഇന്ന ലിഹബീബ് ബിൻ മാലിക് ബിൻതൻ സതീഹ, യഅനി സാഖിതതൻ അലാ ഖഫാഹ, മലർന്ന് വീഴുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഹബീബ് ബിൻ മാലിക്കിന്. വലൈസ ലഹാ യദാനി വലാ റിജ്ലാനി വലാ ഐനാനി, 2 കൈയുമില്ല, 2 കാലുമില്ല, 2 കണ്ണുമില്ല. ആ പെണ്ണിന് മലർന്ന് ഒരേ കടപ്പിലാണ്. അങ്ങനെ ഒരു പെണ്ണ് ആ ഗവർണർക്ക്, ഭരണാധികാരിക്ക് ഹബീബ് ബിൻ മാലിക്കിനുണ്ട്. അതുകൂടി അവിടുന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയണം, നീ എന്നെ കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ, ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഏകനായ ഒരുവനായ അല്ലാഹു ജല്ല ജലാലുഹു ആ നിന്റെ മകൾക്ക് സുഖം പ്രാപിച്ചു തരുന്നതാണ്, കണ്ണ് തരുന്നതാണ്, കൈ തരുന്നതാണ്, കാലു തരുന്നതാണ്. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജബൽ, ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് താഴോട്ട് ഇറങ്ങി വരുന്നു. സുബ്ഹാനല്ലാഹ്. വജിബ്രീലു ഫിൽ ഹവാഇ, ജിബ്രീലു അലൈഹിസ്സലാം എന്ന മലക്ക് അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അതാ വസഫത്തിൽ മലായികത്തു സുഫൂഫ, മാലാകമാര് സഫിൽ അണിനിരന്ന് നിൽക്കുന്നു. മാലാകമാര് സഫിൽ അണിയൊപ്പിച്ച് നിൽക്കുന്നു. രംഗം മുഅ്ജിസത്ത് നടക്കുകയാണ്. ഹബീബ് ബിൻ മാലിക് തങ്ങൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ട ആ മുഅ്ജിസത്ത് നടക്കാൻ പോവാണ്. ഫഅശാറ ബിഇസ്ബഇഹി അലൈഹിസ്സലാം ഇല ശംസ്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന സൂര്യന് നേരെ ലോകത്തിന്റെ നേതാവ് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അസ്തമിക്കണം.
ഫറക്കലത്ത് ഹത്താ ഗാബത്ത്, അതാ സൂര്യനങ്ങ് നീങ്ങുന്നു, സൂര്യൻ മറയുന്നു, അസ്തമിക്കുന്നു. ആ സമയത്ത് ഇരുട്ട് വരുന്നു. വതലഅൽ ഖമറു ബദ്റൻ മുനീറാ, പരിപൂർണ ചന്ദ്രനായി ചന്ദ്രൻ ഉദിക്കുന്നു. മാനത്ത് വന്ന, ആകാശത്ത് തെളിഞ്ഞു വന്ന ചന്ദ്രനിലേക്ക് തങ്ങൾ അവിടുത്തെ വിരൽ ചൂണ്ടിയിട്ട് താഴോട്ട് വരാൻ പറയുന്നു. ഫജഅലൽ ഖമറു യർകദു റക്ലൻ ഹത്താ നസല ഇലൽ അർളി, ഭൂമിയിലേക്ക് ചന്ദ്രൻ വരുന്നു. ഫൻഫലഖ ഫലഖതൈൻ, രണ്ട് കഷ്ണമായി നിൽക്കുന്നു. ثم عاد قمرا منيرا, ആ ചന്ദ്രൻ തിരിച്ചു പോകുന്നു. ثم عادت الشمس, മറഞ്ഞുപോയ സൂര്യൻ തിരിച്ചു വരുന്നു. കമാ കാനത്തു അവ്വല മറ, നേരത്തെ ഉള്ള സ്ഥിതിയിൽ പ്രകാശിക്കുന്നു. ആ സമയത്ത് ഹബീബ് ബിനു മാലിക്കിനോട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഇന്നലക ഇബ്നതൻ സതീഹ, കയ്യും കാലും ഇല്ലാത്ത, കണ്ണില്ലാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത കിടപ്പ് രോഗിയായ മകളില്ലേ നിനക്ക്? വല്ലാഹി ഖദ് റദ്ദ ജവാരിഹഹാ, വിശ്വാസിയായിട്ട് നീ തിരിച്ചു പോയി നോക്കിയാൽ ആ മകളുടെ അവയവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബ് ബിനു മാലിക് സമയത്ത് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ലാ അഹ്ല മക്ക, ഓ മക്കക്കാരെ, ലാ കുഫ്റ ബഅദൽ ഈമാൻ, എന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ ആ വെളിച്ചം വന്നിരിക്കുന്നു. ലാ കുഫ്റ ബഅദൽ ഈമാൻ, ഈ ഹൃദയത്തിൽ വന്ന ഈ വിശ്വാസത്തിന് ശേഷം കുഫ്റില്ല, അവിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇൽമൂ, നിങ്ങൾ തറപ്പിച്ചുറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ, അന്നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവാണ് ഏകനായ ആരാധ്യൻ, ഈ നിൽക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തി സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയും അവന്റെ യഥാർത്ഥ റസൂലുമാണ്. സുബ്ഹാനല്ലാഹ്. അബൂജഹൽ ആ സമയത്തും അഹങ്കാരം കൊണ്ട് ചോദിക്കാണ്, അതുമിനു ബിഹാദ സാഹിർ, ഈ മാരണം ചെയ്യുന്ന ഇയാളുടെ മാരണത്തിൽ നിങ്ങളും വീണുപോയോ? നിങ്ങളും ഇദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുകയാണോ? ثم خرج حبيب بن مالك الى الشام مسلما, സ്വന്തം നാട്ടിലേക്ക്, രാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോ ആ ഹബീബ് ഇബ്നു മാലിക് എന്ന മനുഷ്യൻ മുസ്ലിമാണ്. ഓ സുഹൃത്തുക്കളെ, ചന്ദ്രൻ ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടു. ചന്ദ്രൻ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു. സൂര്യൻ ഹബീബായ തങ്ങളെ അനുസരിച്ചു. ആ സൂര്യൻ മുത്തു റസൂലുള്ള പറഞ്ഞത് അതേപടി അങ്ങ് പ്രവർത്തിച്ചു. സൂര്യന് ഹബീബായ തങ്ങളെ മഹത്വമറിയാം, ചന്ദ്രന് ലോകത്തിന്റെ നേതാവിന്റെ ബഹുമാനമറിയാം. കഴിഞ്ഞില്ല. ഹബീബ് ഇബ്നു മാലിക് നാട്ടിലെത്തിയപ്പോ വദഖല ഖസ്റഹു, കൊട്ടാരത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നു. ഫസ്തഖ്ബലതുഹു ബിൻതുഹു ഖായില, ഈ അൽഹംദുലില്ലാഹ് അഭിവന്യരായ നൂറു സാദാത്ത് ബയാർ തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع.
അൽഹംദുലില്ലാഹ് ഒട്ടനവധി ആത്മീയ വേദികളുടെ ശ്രദ്ധേയരായ നേതൃത്വം നൂറു സാദാത്ത് ബായാർത്ഥങ്ങൾ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് ദുആ ഇറക്കാൻ എത്തിച്ചേർന്നു. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞത് ഞാൻ പൂർത്തീകരിച്ച് ബായാർത്ഥങ്ങൾ ഉപ്പാപ്പയുടെ നസീഹത്തിലേക്ക് നമുക്ക് കാതോർക്കണം. ഹബീബ് ബിൻ മാലിക് എന്ന ഭരണാധികാരി, ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ പറയുകയാണ്. നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ, കൊട്ടാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ അതാ സ്വന്തം പൊന്നുമോള്, കയ്യും കാലും കണ്ണുമില്ലാത്ത കിടപ്പ് രോഗിയായ മകൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാപ്പ ഹബീബ് ബിൻ മാലിക്കിന് വലിയ അത്ഭുതം തോന്നി. ചോദിച്ചു, യബ്നതി മിൻ ഐന അലിംതി ഹാദിൽ കലിമാത്ത്, ഈ വാചകങ്ങൾ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, പഠിച്ചത്? ആ മകൾ പറയുന്നു, അത്താനിയാത്തിൻ ഫിൽ മനാമി, സ്വപ്നത്തിൽ ഒരാൾ വന്നു എന്നോട് പറഞ്ഞു, ഇന്ന അബാക ഖദ് അസ്ലം, ഇന്ന അബാക്കി ഖദ് അസ്ലമ, മോളെ നിന്റെ ബാപ്പ മുസ്ലിമായിട്ടുണ്ട്. വഇൻ കുന്തി അസ്ലംതി നറുദ്ദു അലൈക അഅളാഅക സാലിമ, നീയും മുസ്ലിമാവുകയാണെങ്കിൽ, തൗഹീദിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിന്റെ അവയവങ്ങൾ നിനക്ക് ഞങ്ങൾ തിരിച്ചു തരുന്നതാണ്. ഫഅസ്ലംതു ഫീ മനാമി, മനാമിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. ഫഅസ്ബഹ്തു കമാ തറാനി, പൊന്നുപ്പാ നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ എനിക്ക് 2 കാലും 2 കൈകളും 2 കണ്ണും എനിക്ക് ലഭിച്ചുപോയി. ഓ സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചന്ദ്രൻ സ്നേഹം കൊടുക്കുകയാണ്. ചന്ദ്രൻ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് തങ്ങളുടെ ആ കൽപ്പന അനുസരിച്ചു 2 കഷ്ണമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവനും തിരിച്ചറിഞ്ഞ ലോകത്തിന്റെ നേതാവിനെ അറിയാനും സ്നേഹിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ظنوا الحمام وظنوا العنقبوت على خير البرية لم تنسج ولم تحمي. മാടപ്രാവുകൾ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവിടുന്ന് ചെന്ന് ഒളിഞ്ഞിരുന്ന വാറു ഫൗറിന്റെ ആ ഗുഹയുടെ മുഖത്ത് മുട്ടയിട്ട് ആ മാടപ്രാവുകൾ ഇരുന്നു കൊടുത്തു. അതുപോലെ ചലന്തി വല കെട്ടുന്നു, ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. അവിടുത്തേക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തു. നാം അവിടുത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ ഇത്തിബാ ചെയ്തുകൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട്, ലോകത്തിന് ആ നേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ രാജ്യം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹ റസൂൽ പ്രഭാഷണ വേദിയിൽ വെച്ച് നമുക്ക് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും നികുതി പണം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊതുഖജനാവിൽ നിന്നുള്ള പണം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കപ്പെടേണ്ടത്. ഇന്ന്
അറുവഷളൻ ഏർപ്പാടിൽ പലരും ഏർപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലോചിതമായി വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടുന്ന സമയങ്ങൾ, രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന സമയങ്ങൾ, ആവശ്യമില്ലാത്ത ചർച്ചകൾ എടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങളിൽ സമയം കളയുന്ന, അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്വത്ത് ചെലവഴിക്കുന്ന ദുഃഖകരമായ സാഹചര്യം. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി, നല്ലൊരു നാളെയുടെ ഭാവിക്ക് വേണ്ടിയാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്ന് ഓർമ്മപ്പെടുത്തി. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. വരുന്ന പുതിയ തലമുറകൾക്ക് നമ്മുടെ ഈ ചെറിയ വിഷയങ്ങൾ പെരുപ്പിച്ചു കൊണ്ടുള്ള ചർച്ചയും അതുപോലെയുള്ള കലഹങ്ങളും നെഗറ്റീവ് മെസ്സേജ് മാത്രമേ പാസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് കരുതലോടെ വേണം നമ്മുടെ ഭരണാധികാരികളും പ്രതിപക്ഷത്തിരിക്കുന്നവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ഈ സ്നേഹ റസൂലിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പല ദുഷ്പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഈ വേദിയിൽ നമ്മോട് സംസാരിച്ച മനാഫ്, അദ്ദേഹം പറഞ്ഞു മദ്രസയിൽ നിന്ന് മാനവികതയാണ് പഠിപ്പിക്കുന്നത് എന്ന്, മനുഷ്യ സ്നേഹമാണ് ലോകത്ത് വിളംബരം ചെയ്യുന്നത് എന്നതിനുള്ള യഥാർത്ഥ തെളിവാണ് ഈ മനാഫ്. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മനാഫുകളെയാണ്, മനുഷ്യ സ്നേഹികളെയാണ് മദ്രസ പ്രസ്ഥാനം വാർത്തെടുക്കുന്നത് എന്നൊരു വസ്തുത അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ സ്നേഹ റസൂലിന്റെ വേദിയിൽ ആ വാചകം അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ഈ സമയത്ത് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മുസ്ലിം ചെറുപ്പക്കാര് കള്ളക്കടത്ത് കേസുകളിൽ പിടിക്കപ്പെടുന്നുണ്ടാവാം. പക്ഷേ ഒറ്റപ്പെട്ട യുവാക്കളിൽ നിന്ന് അങ്ങനെയുള്ള വികൃതികൾ, അക്രമങ്ങൾ പിടിക്കപ്പെടുമ്പോ ഒരു മതത്തെ മുഴുവനും കരിവാരിത്തേക്കുന്ന സമ്പ്രദായം അത് നേരത്തെ ഉള്ളതാണ്. അതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്മാറണമെന്നുകൂടി ഈ സ്നേഹ റസൂൽ പ്രഭാഷണ വേദിയിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കാവൂ. മുസ്ലിം യുവാക്കൾ ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങളിൽ ഇടപെടാനും ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന്, അത് ഇസ്ലാമികപരമല്ല എന്നുകൂടി ഈ വേദിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് അഭിവന്യരായ നൂറു സാദാത്ത് ബായാർത്ഥങ്ങൾ നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒട്ടനവധി വേദികളിൽ തങ്ങളുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. വലിയൊരു ആത്മബന്ധമാണ് തങ്ങളുമായി. എൻ്റെ എല്ലാ വിഷയങ്ങളിലും തങ്ങളോട് തുറന്ന് പറഞ്ഞ അഭിപ്രായം തേടാറുണ്ട്. അവിടുത്തെ ദുആ ബറക്കത്താണ് അൽഹംദുലില്ലാ നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ നമുക്കുള്ള കരുത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാരാണ് അവിടുത്തേക്ക് നൂറു സാദാത്ത് എന്ന പേര് വെച്ച്. കൻസുൽ ഫുഖഹ ഉസ്താദിനെ പോലെ അവിടുത്തെ ഗുരുവര്യന്മാരിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അവിടുത്തേക്കുള്ള ആ പദവി അവിടുന്ന് പ്രഖ്യാപിച്ചത് മഹാനവറുകളെ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് ആത്മീയമായ ഉയർച്ചകൾ, നേട്ടങ്ങൾ ലഭിക്കാനുണ്ട് എന്നതുകൊണ്ടാണ്, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഒട്ടനവധി വേദികളിൽ തങ്ങളെ കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടുകയും അവിടുത്തെ ഒരു ദുആ ലഭിക്കാൻ, അവിടുത്തെ ഒരു ഒത്ത് ലഭിക്കാൻ, അവിടുത്തെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് ലഭിക്കാൻ എല്ലാ മജ്‌ലിസുകളിലും ജനങ്ങൾ തടിച്ചുകൂടാറുണ്ട്. അല്ലാഹു ആഫർ നമുക്കെന്നും നിലനിർത്തി തരുമാറാകട്ടെ. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് വലിയ ഫത്ഹും ഖൈറാത്ത് ബറകാത്ത് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ പ്രത്യേകം ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. എങ്ങനെയാണ് തങ്ങൾക്കുള്ള കടപ്പാട് അറിയിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ഏതായിരുന്നാലും ഈ തരുന്ന സ്നേഹത്തിന് എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും കടപ്പാടും
ഞാൻ അറിയിക്കുന്നു, തങ്ങളുപ്പാപ്പ നമുക്ക് ഈ വേദിയിൽ നസീഹത്ത് തരും. ഞാൻ 9:15 സമയം വരണം എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, തങ്ങൾ 9 മണിയാകുമ്പോ തന്നെ എത്തി. നമുക്ക് വലിയ റാഹത്തായി. അപ്പോ തങ്ങളുടെ നസീഹത്തും ദുആവും ഈ വേദിയിൽ നടക്കും. സ്നേഹ റസൂൽ ഇൻഷാ അല്ലാഹ് എല്ലാ വർഷങ്ങളിലും നമുക്ക് ഗംഭീരമായി നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദർസിൽ അൽഹംദുലില്ലാ 20 മുതഅല്ലിമുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 40 ദിവസത്തെ മൗലിദ് പാരായണം, അതിൻ്റെ ഒരു സമാപന വേദി കൂടിയാണ് ഇത്. 40 ദിവസം അശ്റക റാഹത്തായി ചെല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മങ്കൂസ് മൗലിദും ശറഫൽ അനാം ഖസീദത്തുൽ ബുർദയൊക്കെ ചൊല്ലി കുട്ടികളുടെ റസ മീലാദ് ഫെസ്റ്റൊക്കെ ഗംഭീരമാക്കി നടത്തി. അതിൻ്റെ ഈ വർഷത്തെ മീലാദ് ക്യാമ്പയിനിന്റെ സമാപന ചടങ്ങ് കൂടിയാണ് ഈ സ്നേഹ റസൂൽ പ്രഭാഷണം. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷങ്ങൾ അറിയിച്ച് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും